UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹന്നാന്റെ പ്രചരണാർത്ഥം പ്രിയങ്ക ഗാന്ധി എറിയാടിലെത്തി. 12 മണിയോടുകൂടിയാണ് പ്രിയങ്ക സമ്മേളനം നടന്ന ചേരമൻപറമ്പ് മൈതാനിയിലെത്തിയത്. പ്രിയങ്കയെ നേരിൽ കാണുന്നതിനും പ്രസംഗം കേൾക്കുന്നതിനുമായി ആയിരക്കണക്കിന് ജനങ്ങളാണ് എറിയാടിലേക്കെത്തിയത്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി പ്രിയങ്ക പത്തനംതിട്ടയിലേക്ക് പുറപ്പെട്ടു. PJ ജോയ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്ഥാനാർത്ഥി ബെന്നി ബെഹന്നാൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, UDF കൺവീനർ MM ഹസൻ, TN പ്രതാപൻ MP, MLA-മാരായ റോജി M ജോൺ, അൻവർ സാദത്ത്, സനീഷ് കുമാർ ജോസഫ്, എൽദോസ് കുന്നംപള്ളി, മുൻ MP KP ധനപാലൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, ജോസ് വള്ളൂർ, അബ്ദുൾ മുത്തലീബ്, CA റഷീദ്, MK അബ്ദുൾ സലാം, മുജീബ് റഹ്മാൻ, സാദിഖ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. It takes the force of a storm, rattling the rafters of our homes, its gusts shaking down the roofs of our aspirations and gutting our foundations, for us to awaken from our complacency and gather the strength to protect the ideals we believe in. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ കടുക്കോലുകൾ ഇളക്കി കഴിയുന്ന കൊടുങ്കാറ്റുകൾ നമുക്ക് വേണം. നമ്മുടെ ഇളക്കി മറിക്കുന്ന നമ്മുടെ വീടിനെ, നമ്മുടെ പ്രതീക്ഷകളെ, നമ്മുടെ അഭിലാഷങ്ങളെ ഇളക്കി മറിക്കുന്ന ചില കൊടുങ്കാറ്റുകളും കാറ്റുകളും നമ്മുടെ അടിത്തറ ഇളക്കുന്ന ചില സാഹചര്യങ്ങളും വേണം. എല്ലാം ശരിയാണ്, ഇപ്പോഴത്തെ അവസ്ഥ ശരിയാണ് എന്ന് ചിന്തിക്കുന്ന മനോഭാവത്തിൽ നിന്ന് നമ്മളെ പുറത്ത് ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ മതേതരത്വത്തെയും ഇന്ത്യയുടെ ജനാധിപത്യത്തെയും ഇന്ത്യയുടെ ശ്രേഷ്ഠമായ ഭരണഘടനയുമാണ്. ഇന്ത്യയുടെ ഭരണഘടനയുടെ മുന്നിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും തുല്യരാണ്. ആ തുല്യതയാണ് ഇന്ത്യൻ പൗരന്റെ ഏറ്റവും വലിയ അവകാശം. നമ്മുടെ പൗരത്വം എന്ന് പറയുന്നത് നമ്മുടെ ജന്മാവകാശമാണ്, നമ്മുടെ മൗലികാവകാശമാണ്. ആ ജന്മാവകാശമായ പൗരത്വത്തെ, മൗലികാവകാശമായ പൗരത്വത്തെ മതത്തിൻ്റെ പേരിൽ വേർതിരിക്കാൻ മോഡി ശ്രമിക്കുമ്പോൾ പ്രിയങ്കാജിയുടെ സാന്നിധ്യത്തിൽ ഞാൻ ഒരു കാര്യം പറയുന്നു: പൗരത്വത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ